നിതിൻ രാജിന്റെ മരണത്തിൽ ഒന്നാം പ്രതി ഡോക്ടർ MK റാമിനായി ഇരുട്ടിൽ തപ്പി പോലീസ്. സംഭവം നടന്ന് 17 ദിവസം പിന്നിട്ടിട്ടും റാമിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. റാം ആന്ധ്രാപ്രദേശിൽ ഒളിവിൽ കഴിയുന്നുവെന്നാണ് സൂചന. ബന്ധുവീടുകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തുകയാണ്. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ റാം ഹൈക്കോടതിയെ സമീപിച്ചേക്കുമെന്നാണ് വിവരം. രണ്ടാം പ്രതി ഡോക്ടർ സംഗീത ഇന്നലെ അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരായിരുന്നു. BS രഞ്ജിത്ത് നൽകും വിശദാംശങ്ങൾ. രഞ്ജിത്ത്, ആന്ധ്രയിലുണ്ട് എന്നൊക്കെ സൂചനകളുണ്ട്. ആ രീതിയിലുള്ള പരിശോധനയൊക്കെ നടന്നിട്ടും ഇതുവരെയും ഒന്നും കൃത്യമായിട്ടുള്ളൊരു വിവരത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ 17 ദിവസം പിന്നിട്ടു. ഒപ്പം തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കം നടത്തുന്നു എന്ന് അറിയുന്നു. അപ്പോൾ ഏത് രീതിയിലാണ് ഇനിയിപ്പോൾ അന്വേഷണം നടക്കുന്നത്? ശ്രുതി, റാമിന് വേണ്ടി ആന്ധ്ര കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് അന്വേഷണം നടക്കുന്നത്. അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ, അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ അവസാനമായി വിളിച്ച ആളുകളുടെ ഫോൺ കോൾ ലിസ്റ്റ്, ഇതൊക്കെയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയത്. അതിനുശേഷം റാമിന് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് കുറച്ചുകൂടി ശക്തമാക്കിയിട്ടുണ്ട്. അധ്യാപികയായിട്ടുള്ള സംഗീത ഇന്നലെ പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട്. അന്വേഷണ സംഘത്തിന് മുൻപാകെ വന്ന് മൊഴി നൽകി. ആ മൊഴിയുടെ വിശദാംശങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് അല്പസമയത്തിനകം നമുക്ക് ലഭ്യമാകുമെന്നാണ് കരുതുന്നത്. ഏതായാലും സംഗീത മൊഴി നൽകിയിട്ടുണ്ട്. ഇതിലെ റാമാണ്, അധ്യാപകനായിട്ടുള്ള റാമാണ് ഏറ്റവും ഗുരുതരമായ ആരോപണം നേരിടുന്ന വ്യക്തി. അദ്ദേഹത്തിന് ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധമുണ്ടോ എന്ന കാര്യമാണ് പോലീസ് അന്വേഷിക്കുന്നത്. അത്തരത്തിൽ ബന്ധം കണ്ടെത്തണമെങ്കിൽ റാമിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും റാമിനെ കണ്ടെത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. റാം ഹൈക്കോടതിയിലേക്ക് മുൻകൂർ ജാമ്യാപേക്ഷയുമായി നീങ്ങുമോ എന്നുള്ളതാണ്. അതിനുള്ള സൗകര്യം പോലീസ് ഒരുക്കി കൊടുക്കുമോ, അല്ലെങ്കിൽ അതിന് മുൻപേ തന്നെ റാമിനെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. റാമിനായുള്ള അന്വേഷണം തുടരുകയാണ്. BS രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.